Today's the day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. ഈ പ്രാവശ്യം മെത്തിന്റെ ഡിഫൻസ് വളരെ മികച്ചതായിരുന്നു. ഐസക്കിന് ഈ പ്രാവശ്യത്തെ ജിജിഒ ഫുട്ബോൾ എങ്ങനെങ്കിലും ജയിക്കണമെന്നാണ്. ഇത് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുമുണ്ട്. ടീം ബെയർഫുട്ട് നന്നായിട്ട് കളിച്ചു, പക്ഷേ ടീം റെസ്ലേഴ്സുമായിട്ട് ഒരു ഗോളിന് തോറ്റു. ടീം റെസ്ലേഴ്സ് വളരെ നല്ലോണം കളിച്ചു. ടീം ബെയർഫുട്ടിലെ എല്ലാവരും നന്നായിട്ട് കളിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ മാച്ചിന്റെ അവസാനം ഷൂട്ടൌട്ടിലാണ് തീരുമാനിച്ചത്. ഷൂട്ടൌട്ട് തീരുന്നതിന് മുമ്പ് ഐസക്കും ഷോണും ജിജിഒ ഫുട്ബോളിന്റെ നാഷണൽ ടൂർണമെന്റിൽ ഒരുമിച്ച് കളിക്കാനുള്ള തീരുമാനം അറിയിച്ചു. നാഷണൽ ടൂർണമെന്റിൽ 32 ടീമാണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. വളരെയധികം വ്യത്യസ്തമായിരുന്നു ഇന്നലെ കളിച്ച മാച്ച്. പേഴ്സിയസും ബെയർഫുട്ടും തമ്മിലായിരുന്നു. മാച്ചിന്റെ അവസാനം രണ്ടുപേരും സമനിലയിലായതുകൊണ്ട് ടൈ ആയി. ഒരു ഷൂട്ടൌട്ടിൽ തീരുമാനമുണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ കാണികളെ എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് കൺട്രോളർമാരായ ഷോണും ഐസക്കും ഈ ഗെയിം നിർത്തിവെച്ചു. ഈ ജിജിഒ നാഷണൽ ടൂർണമെന്റിന് വേണ്ടി ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കും. അല്ല ഷോൺ, നിന്റെ മനസ്സെന്താ പെട്ടെന്ന് മാറിയ? നീ നല്ല മിടുക്കനാ. നീ ഒറ്റയ്ക്ക് നിന്നാ തന്നെ ഈ നാഷണൽസ് നിന്നെ കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പിന്നെ ഐസക്കിന്റെ കൂടെ എന്തിനാ ചേർന്ന്? അത് കുറച്ച് വിചിത്രമായ കാര്യമാണ്. അവന്റെ കൂടെ കളിച്ചതിന് ശേഷം എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. അതെന്താ? ഒരു കെമിസ്ട്രിയാണ്. എനിക്ക് തോന്നുന്നത് അവനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുമെന്നാണ്. അവൻ മാച്ചിന് ഷൂ പോലും ഇടാത്തവനാ. അവന്റെ കൂടെ കളിച്ചാ ജയിക്കുന്ന ഉറപ്പാണോ? നീ തന്നെ പറ. ഞാൻ അവനെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നേ. അപ്പൊ നീ അവനെ ഗൈഡ് ചെയ്യോ? യെസ്, തീർച്ചയായും ഗൈഡ് ചെയ്യും. എന്റെ ഒപ്പം കളിക്കുന്നതിന് മുമ്പേ അവൻ ഷൂസ് ഇട്ടോളൂന്നേ. അത് നമുക്ക് കാണാം. പിന്നെ നീ ജർമ്മനിയിലേക്ക് പോയിട്ടും കളിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. ജിജിഒ ടൂർണമെന്റ് വരുമ്പോ നമുക്ക് കാണാം, കേട്ടോ? ഞാൻ പറഞ്ഞത് എന്തായാലും ഒന്ന് ആലോചിക്കേ. തീർച്ചയായും ആലോചിക്കാം. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ 3 പേരും ഇങ്ങനെ മടിയന്മാരായിട്ട് കിടക്കണ കാണുമ്പോ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ വേറെ ആരും ഇവിടെ വന്നില്ലല്ലോ. അത് മാത്രല്ല, ഷോന്റെ അച്ഛൻ മിസ്റ്റർ ഗ്ലാൻസും ഇതുവരെ വന്നിട്ടില്ല. വരേണ്ടവരെ ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. വേണ്ടാത്തവരൊക്കെ വന്നിട്ടുണ്ട്. നിന്നെ ഉദ്ദേശിച്ചാ ഞാൻ പറഞ്ഞ. എന്തെന്നെ കുറിച്ച് പറഞ്ഞത്? ഞാൻ നിന്നെ അങ്ങനെ വെറുതെ വിടുന്നൊന്നും കരുതണ്ട. നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വന്ന് കണ്ടുപിടിക്കും. ഓടിക്കോ, ഇവക്ക് വട്ടുപിടിച്ചെന്നാണ് തോന്നണതേ. ഓടിക്കോടോ. ഉറക്കത്തിലും ഞാൻ സ്വപ്നത്തിൽ ഇതുപോലെ കണ്ട് പേടിക്കാറുണ്ട്. ഇത് കണ്ടിട്ട് പ്രേതത്തിന് പോലെയുണ്ട്. എനിക്ക് പേടിയാവുന്നു. അതെ, ശരിയാ. നമുക്ക് ഒന്നിച്ചു പോയാലോ? അതേതായാലും കൊള്ളാം. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാനൊരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിച്ച് ഛർദിക്കാതെ ഇരുന്നാ നല്ലത്. ഇത്ര വേഗത്തിൽ ഓടണ്ട. മിസ്റ്റർ ഗ്ലാൻസ് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, അത് ആ കാര്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. അതെന്താ? ഞാൻ ഇത്തവണ വീണ്ടും തോറ്റു. എന്റെ അമ്മ ഇനി എന്നെ കളിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇത്തവണ നല്ല പഠിക്കണമെന്ന് പറഞ്ഞ പിണങ്ങി. അത് ശരിയാ, നീ നല്ലോണം പഠിക്കണം. പക്ഷെ നീ ഒന്നോണ്ട് പേടിക്കണ്ട കേട്ടോ. ക്ലാസ്സിലുള്ളവരെല്ലാം ഞാൻ ടൂർണമെന്റിന് കൊണ്ടുവരാം. അതേതായാലും നീ പറഞ്ഞു നന്നായി. സുഹവ്, നീ എന്താ കളിക്കാൻ വരാത്ത? പ്രശ്നം എന്താന്ന് പറ. ഇതാ എന്റെ അമ്മോ, നീ ഇത്രയും എടുക്കാനാണോ? ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നിനക്ക് വലിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്നോ? കേട്ടിട്ട് തന്നെ എനിക്ക് സന്തോഷായി. അടിപൊളിയായി. നീ നല്ല മിടുക്കനാണല്ലോ. പിന്നെ എന്തിനാ പോകുന്നേ? കാരണം അടുത്ത മാസം എനിക്ക് സ്കൂളിൽ ചേരണം. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ടൂർണമെന്റിന് വരാൻ പറ്റില്ല. എന്നെ തെറ്റിദ്ധരിക്കരുതേ. അത് സാരമില്ല. ആദ്യം നീ നന്നായി പഠിക്കേ. ഞങ്ങളൊരു ജിജിഒ ഫുട്ബോൾ ക്ലബ് തുടങ്ങട്ടെ. എന്നിട്ട് നീ വന്ന് ഞങ്ങളെ ഇന്റർവ്യൂ എടുക്ക്. പിന്നെ നീ അത് പബ്ലിഷ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോ ബയോഗ്രഫിയുടെ ആവശ്യമില്ലേ? ആദ്യം അവൻ നമ്മളെ ഇന്റർവ്യൂ എടുക്കട്ടെ. മിസ്റ്റർ ഗ്ലാൻസ് വന്നെന്ന് തോന്നുന്നു.
ഓക്കെ ഫ്രണ്ട്സ്, എത്ര ബുദ്ധിമുട്ടായാലും ശരി, ശ്രദ്ധ മുഴുവനും ഗോൾസിലായിരിക്കണം. അതെ, എന്റെ അമ്മോ, എന്ത് വലിയ വീടായത്. നമ്മുടെ പള്ളി. യാ, വെൽക്കം ബാക്ക്. വാവ്, ഷോണിനെ ഞാൻ ശരിക്കും ആരാധിക്കുന്നു. ഈ കേക്ക് ഞാനുണ്ടാക്കിയതാ. ഷോണിന് ഇഷ്ടപ്പെടുവാവോ? നന്നായിട്ടുണ്ട്, താങ്ക് യു. ഷോണിന് ഇഷ്ടപ്പെട്ടു. ഷോണിന് ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടൊന്ന് നോക്കിയേ, എന്തൊക്കെ വിഭവങ്ങളെ കഴിക്കാനായിട്ട്. കാണുമ്പോ തന്നെ എന്റെ വായിന്ന് വെള്ളം വരുന്നു. എന്റെ അമ്മോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നാക്സ് ഒരുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. വിശക്കുന്നുണ്ടെങ്കിൽ എല്ലാരും കഴിച്ചോളൂ. അതൊക്കെ ഞങ്ങൾക്കാണോ? ആഹാ. എപ്പോ നോക്കിയാലേ തീറ്റയുടെ വിചാരേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ, നാണക്കേടാ. നീ എന്താ ഇങ്ങനെ നോക്കുന്ന? ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പക്ഷേ നിങ്ങളുടെ അടുത്ത് വേറെ ഷൂസ് ഒന്നും ഇല്ലേ? ഈ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അതെന്താ നീ അങ്ങനെ ചോദിക്കുന്ന? ചെരുപ്പിടുന്നവരൊക്കെ മനുഷ്യരല്ലേ? പാവപ്പെട്ടവർ മാത്രമേ ചെരുപ്പിടൂ. ഹേ, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ സ്ഥലത്തിന് ചേർന്ന ഡ്രസ് ഇടണ്ടേ? അതെന്താ? അപ്പൊ ചെരുപ്പിട്ട് ഞങ്ങൾ നിന്റെ വീട്ടിൽ വരാൻ പാടില്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന്. ശരി, വിട്ടേക്ക്. എല്ലാവർക്കും എന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ആഹാ, വളരെ അതിശയം തന്നെ. ഈ അറീനയിൽ ജിജിഒ ഫുട്ബോൾ മാച്ചസ് നടത്താമെന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യാം. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതണം. മിസ്റ്റർ ഗ്രാൻഡ്, ഇവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണേ. തീർച്ചയായിട്ടും ഇപ്പൊ കൊണ്ടുവരാം. വയറു നിറയെ കഴിക്കാൻ നല്ല ഫുഡും പിന്നെ കളിക്കാൻ അടിപൊളി സ്ഥലവും. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. കണ്ടിട്ട് സാധാരണ ഫുട്ബോൾ ഗ്രൗണ്ട് പോലുണ്ട്. അത്ര സ്പെഷ്യൽ ഒന്നുമില്ല. ആ കാര്യം നീ പറഞ്ഞ ശരിയാ. പിന്നെ നിന്റെ വീട്ടിലെ ടെറസിൽ വരച്ചു തന്നെ എറിയുന്ന വളരെ നല്ലതാണല്ലോ. അന്ന് നമ്മൾ ജയിച്ചത് കൊണ്ടാണ് ഇന്ന് നീ ഇവിടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്ക്. പക്ഷെ നിങ്ങൾക്ക് ഒരു ശരിക്കുള്ള അറീനയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നില്ലേ? അതിനൊക്കെ ഞങ്ങളുടെ കയ്യിൽ എവിടെ പണം ഇരിക്കുന്നത്? ഞങ്ങള് സാധാരണ പോലെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യും. അതേ ഞങ്ങളെ കൊണ്ട് പറ്റൂ. വേറെ വഴിയില്ലല്ലോ. എന്നിട്ടും നിങ്ങൾ ടൂർണമെന്റിൽ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിചാരിച്ചത് ശരിയാണ്. അതെ, അപ്പൊ ഞാൻ നിന്നെ കുറിച്ച് വിചാരിക്കുന്നതും ശരിയായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഒഫീഷ്യൽ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോടെല്ലാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒറ്റ ടീം ആയതുകൊണ്ട് ചില തീരുമാനങ്ങൾ ഉടൻ തന്നെ എടുക്കണം. അതിലാദ്യമായി നമ്മുടെ ടീമിന്റെ പേരെന്തായിരിക്കണമെന്ന് തീരുമാനിക്കണം. എന്റെ സജഷൻ നമ്മുടെ ടീമിന് പെർസിയോസ് എന്ന് പേരിടാമെന്നാണ്. അത് കൊള്ളില്ല, ബാർഫുട്ടാ നല്ലത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത്? പറയൂ. ബാർഫുട്ട് തന്നെയാ. എന്നോട് ചോദിച്ചാ പേഴ്സീസ് ആണ് നല്ലതെന്നേ പറയൂ. ഓ, അത് ശരി. അപ്പൊ നീ എന്റെ ടീമാണോ അല്ല അവന്റെ ടീമാണോ? അവന്റെ കാര്യം നീ ഇപ്പൊ എന്തിനാ പറയുന്നത്? പേഴ്സീസ് ഒരു നല്ല പേരല്ലേ? നീ ഞങ്ങളുടെ ടീമിൽ അല്ലാത്തത് കൊണ്ട് നിന്റെ വോട്ട് സമ്മതിക്കില്ല. അതെന്താ ഇല്ലാത്ത? ഈ പുതിയ ടീമിന്റെ മാനേജർ ഞാനല്ലേ? ശരിയല്ലേ? നീ എനിക്ക് വാക്ക് പറഞ്ഞതാ. സാധാരണ ഒരു മാനേജർ ടൂർണമെന്റ് തുടങ്ങിയതിനു ശേഷം മാത്രം കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതി. ഷോ, ഞാൻ പറഞ്ഞത് സമ്മതിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ സമമാണ്. ഒരു വോട്ട് കൂടി കിട്ടാണ്ട്. പറ ടിമ്മി, നിനക്ക് ഏത് പേരാ ഇഷ്ടായത്? അത് എനിക്ക് ഏത് പേരായാലും കുഴപ്പമില്ല. അപ്പൊ ശരി, ആരും ജയിച്ചിട്ടില്ല. ഇതൊരു ടൈ ആണ്. വേണമെങ്കിൽ കോയിൻ ടോസ് ഇട്ട് നോക്കാം ഏത് പേരാ ശരിയാവാന്ന്. നിനക്കിതില് സമ്മതല്ലേ ഷോൺ? പെട്ടെന്ന് പറ. എന്നാ നമുക്ക് കോയിൻ ടോസ് ചെയ്ത് നോക്കാം. ആരാ പറയാൻ പോകുന്ന? ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ എന്ന്? ഞാൻ ആദ്യം പറയാ. അതിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ. ഹെഡ്സ്. ഐസക്കെ, നിനക്ക് ശരിക്കും ബെയർഫുട്ട് എന്ന പേര് തന്നെ വേണമെന്നാണോ? അതെ. ഇത് ഹെഡ്സ് ആണല്ലോ. നിങ്ങൾ എന്തായാലും ജയിച്ചു. പേര് ബെയർഫുട്ട് തന്നെ. പക്ഷെ യൂണിഫോം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും. അതെന്താ, വേണമെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് കോയിൻ ടോസ് ചെയ്താലോ? കാൾ, അതത്ര പ്രശ്നമല്ല. അവൻ യൂണിഫോം സെലക്ട് ചെയ്യട്ടെ. എല്ലാവർക്കും അവസരം കൊടുക്കുന്നത് നല്ലതാ. ഇത് വളരെ നല്ല കാര്യമാണ്. ഞാൻ യൂണിഫോം ഡിസൈൻ ചെയ്തോട്ടെ? പറ. ഞാൻ ഡിസൈൻ റെഡി ആയ ഉടനെ തരാം. ഓ, എനിക്ക് സന്തോഷായി. ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസിന്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് മാച്ച് ഓൾറെഡി ഫിക്സ്ഡ് ആയി കഴിഞ്ഞു. ടീം മിററുമായിട്ടാണ്.
നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്നെ വന്നൊന്ന് സഹായിച്ചൂടെ? നല്ല ക്ഷീണമുണ്ട്. ഓ അത് വിട്, ഇനി അത് പണിയൊന്നും വേണ്ട, അതങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാ പോരെ. മാർക്ക്, നിന്റെ പണി കഴിഞ്ഞല്ലേ? കൊള്ളാം. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല മാസ്റ്റർ. ആ, ഞാൻ കുറെ കാലമായി ഇവിടെ താമസിക്കുന്നു. ഈ സ്കൂളിനോട് നിനക്ക് മാത്രം ഒരു ആത്മാർത്ഥത ഉള്ളൂ മോനെ. ഇപ്പൊ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്, അവർക്ക് ഈ സ്കൂളിനോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. പക്ഷെ നീ ഇവിടെ പഠിക്കുന്ന കാലത്ത് നിനക്ക് പഠിത്തത്തിലും സ്പോർട്സിലും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സ്കൂളിനെ സ്നേഹിച്ചത് നീ മാത്രമായിരുന്നു. സാരമില്ല മാസ്റ്റർ. മാസ്റ്റർ എന്നെയും എന്റെ അമ്മൂമ്മയെയും നന്നായി നോക്കിയതാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. മറ്റുള്ള കുട്ടികൾ നിന്നെ പോലെ ആയിരുന്നുവെങ്കിൽ ഈ സ്കൂൾ ഇങ്ങനെ ആവുമായിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എല്ലാ കോമ്പറ്റീഷനിലും തോൽക്കാരാണ് പതിവ്. അവരൊക്കെ ചേർന്ന് ഈ സ്കൂളിന്റെ പേര് നശിപ്പിച്ചു. GGO ഫുട്ബോളിനെ കുറിച്ച് മാസ്റ്റർ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ കുട്ടികൾക്ക് ആ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. 32 പേരിൽ എന്റെ ടീമും കളിക്കുന്നുണ്ട്. എന്റെ ടീമിന്റെ പേര് മിറർ എന്നാണ്. ഈ സ്കൂളിന്റെ പേരാ അത്. ഞങ്ങൾ ചാമ്പ്യന്മാരായി കഴിഞ്ഞാൽ പുതിയ സ്റ്റുഡൻസിന് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള എല്ലാ അവസരങ്ങളും ലഭിക്കും. അത് ഉറപ്പാ. നിനക്ക് നല്ല ആവേശമുണ്ട്. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മടിക്കില്ല. താങ്ക് യു മാസ്റ്റർ. ഞാൻ ജയിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. മുത്തശ്ശി, രാത്രി ഡിന്നറിന് മീനുണ്ട്. എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ലല്ലോ. മുത്തശ്ശി, രാത്രി കഴിക്കാൻ മീനുണ്ടെന്ന്. മീനുണ്ടെന്നോ? കൊള്ളാം, നല്ല കാര്യം. നമുക്ക് വേഗം തുടങ്ങാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യേ. ഹായ് മിസ്റ്റർ ഗ്രാൻഡ്, നിങ്ങൾ പറയൂ, ഏത് ഡിസൈനാണ് ഇതിൽ കൊള്ളാവുന്നത്? ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്തതാണല്ലേ? അത് ശരിയാണ്. അല്ല, നിങ്ങൾ ടീമിന്റെ പേര് മാറ്റിയോ? ടീമിന്റെ പേരിപ്പോ ബാർഫുട്ട് എന്നാണ് വെച്ചിരിക്കുന്നല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പഠിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് ഷോൺ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ തെറ്റായ ഒരു ഡിസിഷനാണ് എടുത്തത് ഐസക്കുമായി ടീമപ്പ് ചെയ്യാൻ തോന്നിയപ്പോൾ? അത് ശരിയാണ്. നിങ്ങളുടെ സ്വഭാവം നന്നായതുകൊണ്ട് നിങ്ങൾക്ക് ആരുമായിട്ട് ടീമപ്പ് ചെയ്യാം. യൂണിഫോമിന്റെ കളറല്ല കാര്യം, ടീമുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം ഷോൺ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാറ്റലൈറ്റ് സിഗ്നേച്ചർ മൂവ്, ഗ്രാവിറ്റി ഡ്രിബ്ലിംഗ് മൂവ്, അടിപൊളി സിഗ്നേച്ചർ മൂവ് ആണല്ലേ? അതുപോലെ എനിക്ക് ഒരു സിഗ്നേച്ചർ മൂവ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവന്റെ ചാലഞ്ച് വെച്ച് നോക്കുമ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ അത്ര പ്രയാസമൊന്നുമല്ല. അല്ല, നീ എന്തിനാ ഇങ്ങനെ വെറുതെ ഇരുന്ന് വിഷമിക്കുന്നേ? ഞാൻ അതോർത്തല്ല വിഷമിക്കുന്നത്, ഞാൻ വേറെ കാര്യം ആലോചിക്കുക. ആ, അതെന്ത് കാര്യോ? നമ്മൾ GGO ഫുട്ബോൾ കളിക്കുമ്പോ നീ എന്നെ ലീഡ് ചെയ്യാൻ വിട്ടു. അതുകൊണ്ട് കളി നല്ല എളുപ്പമായിരുന്നു. നല്ലോണം കളിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇപ്പോഴെന്ത് പ്രശ്നം? ഇപ്പൊ ഞാനും ഷോണും തമ്മിലാണ് പ്രശ്നം. ആരാ ലീഡ് ചെയ്യുക? നീ തന്നെ ലീഡ് ചെയ്യണം, അതാ ശരി. ഷോണിനും ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞാ എന്താ ചെയ്യുക? ഞങ്ങൾ തീർച്ചയായിട്ടും നിനക്ക് തന്നെ വോട്ട് തരും. ബെയർഫുട്ടിന്റെ പുതിയ യൂണിഫോമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ. അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐസക്, നീ എന്താ പറയുന്നേ? കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ. നമ്മുടെ യൂണിഫോമിന്റെ ഡിസൈൻ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചു ദിവസത്തിനുള്ളിൽ യൂണിഫോം ചെയ്തല്ലോ. ഷോണിന്റെ പെർഫെക്റ്റ് ആയ ഡിസൈൻ സ്കിൽസും ഞാൻ പെർഫെക്റ്റ് ആയി തയ്ക്കുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ ചിന്താഗതിയാ. എന്തിനാ നീ വെറുതെ ആവശ്യമില്ലാണ്ട് സംസാരിക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കെ. ഈ യൂണിഫോം എങ്ങനെയാണെന്ന് പറ ഷോൺ. ബാർഫുട്ട് ടീമിന് ഇത് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും.
നല്ല ഭംഗിയുണ്ട്. കൂടുതൽ ഭംഗി എനിക്കാണോ അതോ യൂണിഫോമിനാണോ? മിസ്സി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. യൂണിഫോം എന്തായാലും സെറ്റായ സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരുടെയും ടീം നമ്പേഴ്സ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗോൾ കീപ്പർ ഷാഡോ നമ്പർ 1, ഫുൾ ബാക്ക് ടൈറ്റൻ നമ്പർ 4, മിഡ്ഫീൽഡർ ന്യൂക്ലിയസ് നമ്പർ 10, വിങ്ങർ സാറ്റലൈറ്റ് നമ്പർ 7, ഫോർവേഡ് മിഡ് നമ്പർ 11. ക്യാപ്റ്റൻ ഓഫ് ദ ടീമായി ഞാൻ സെലക്ട് ചെയ്യുന്നത് ന്യൂക്ലിയസിനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആവണമെങ്കിൽ എല്ലാ ഫുട്ബോൾ സ്കിൽസും, അതായത് ഓഫൻസ്, ഡിഫൻസ്, സ്കിൽ ആൻഡ് സ്പീഡ് എല്ലാം ബെസ്റ്റ് ആയിരിക്കണം. ഇന്റലിജൻസ് വാല്യൂ സുപ്പീരിയർ ആയിരിക്കണം. അയാളാണ് യഥാർത്ഥ ക്യാപ്റ്റൻ. നമ്മളുടെ ടീമിലുള്ള 5 ഫുട്ബോളേഴ്സിൽ ന്യൂക്ലിയസ് ആണ് ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ എ ക്യാപ്റ്റൻ. ഈ കാര്യത്തിൽ ഞാനും ടിമ്മിയും സമ്മതിക്കുന്നു. ന്യൂക്ലിയസ് ആണ് ക്യാപ്റ്റൻ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാം തീരുമാനിച്ചു. അതിരിക്കട്ടെ, ഒരു മാച്ച് തുടങ്ങുമ്പോ ആരാ ലീഡ് ചെയ്യാ? നീയോ അല്ല ഞാനോ? എന്താന്ന് വെച്ച് വേഗം പറ. ഞാനായിരിക്കും. ചിലപ്പോ ഞാനായിരിക്കും. എല്ലാവർക്കും സ്വാഗതം. ജിജിഒ ഫുട്ബോളിന്റെ നാഷണൽ ടൂർണമെന്റിന്റെ ആദ്യത്തെ മാച്ച് ഇന്നിവിടെ തുടങ്ങുകയാണ്. ഇവിടെ 32 ടീമുകൾ 8 ഗ്രൂപ്പിൽ 4 തരംതിരിച്ചിരിക്കുന്നു. എല്ലാ ഗ്രൂപ്പിൽ നിന്നും ടോപ്പായിട്ട് കളിക്കുന്ന ഈ 2 ടീമുകളായിരിക്കും ഫൈനൽ 16 എത്തുന്നത്. എല്ലാ ടീമുകളും കളിച്ചതിന് ശേഷം ഒരു ഫൈനൽ കോൾ ആയിരിക്കും. ആദ്യം വരുന്ന 2 ടീമുകൾ ഈ ഫൈനൽ ടൂർണമെന്റിന് വേണ്ടി പോരാടും. വിജയിക്കുന്ന ചാമ്പ്യൻ നമ്മുടെ കൺട്രിയെ റെപ്രസെന്റ് ചെയ്യും ജിജിഒ ഫുട്ബോളിന്റെ വേൾഡ് ടൂർണമെന്റിൽ. ടൈറ്റൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അയാളുടെ അസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവരുടെയൊക്കെ ഒരു ഗമ കണ്ടോ? ഈ ടൂർണമെന്റിൽ നമ്മൾ ഏറ്റുമുട്ടുന്ന ഏറ്റവും വലിയ എതിരാളികളാണ് ഇവർ. അതത്ര വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. നമ്മുടെ ടീമിനെ തടയില്ല. കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷെ ലോജിക്കലായി അനലൈസ് ചെയ്യുന്നതും ആവശ്യമാണ്. ഞാൻ കളിക്കുമ്പോൾ ഗോളിന്റെ കാര്യം മാത്രമേ ശ്രദ്ധിക്കൂ. സ്കോറിംഗ് തീർച്ചയായും ചെയ്യണം, പക്ഷെ ഡിഫൻസും ചെയ്യണം. പക്ഷെ നമ്മൾ കളിക്കുന്നത് ജയിക്കാനല്ലേ? അതിന് സ്കോർ എടുത്താലല്ലേ ജയിക്കാൻ പറ്റൂ. ഡിഫൻസ് അഫൻസ് ആക്കുന്നതാണ് ജയിക്കാനുള്ള ഒരേ കളി, ശരിയല്ലേ? ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എനിക്ക് നിന്റെ സമ്മതമൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതാ സത്യം. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേര് തർക്കിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഐസക്കിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കോമ്പറ്റീഷൻ ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ ആദ്യത്തെ മാച്ച് ബെയർഫുട്ട് വേഴ്സസ് മിറർ. കൺട്രോളേഴ്സ് നിങ്ങളുടെ ടീമുകളെ ഫീൽഡിലേക്ക് ദയവായിട്ട് കൊണ്ടുവരും. ഷോൺ ജയിക്കൂ! ഷോൺ ജയിക്കൂ! ഷോൺ ജയിക്കൂ! നീ എന്താ ഷോട്ടിന് മാത്രം ചിയർ ചെയ്യുന്നേ? ഡോൺ, നീ ഞങ്ങൾക്ക് വേണ്ടി വന്നിരിക്കല്ലേ? നല്ല കാര്യം. അതെന്തായാലും നന്നായി. ഞാനിവിടെ ചിയർ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കൊരു സോഡ മതി. അല്ല, നീ എന്തിനാ ഈ മാച്ചിന്റെ ഇടയ്ക്ക് അപ്പൊ വെള്ളം കുടിക്കുന്നേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ ബാത്റൂമിൽ പോവാത്തത്? പറ. ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് നിങ്ങൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു. മാച്ച് തുടങ്ങാറായി. കോൺസെൻട്രേറ്റ് ചെയ്യാം. ജിജിഒ നാഷണൽ ടൂർണമെന്റ് ഗ്രൂപ്പ് എയിലെ ആദ്യത്തെ മാച്ച് ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഹെഡ്സ് വിളിക്കുന്നു. ടെയിൽസ് എന്റെയും.
ഞങ്ങൾ ലെഫ്റ്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. എന്നാ ഞങ്ങൾ തുടങ്ങും. ടീം ബെയർഫോർട്ട് അവരുടെ ചുമന്ന യൂണിഫോമിൽ ലെഫ്റ്റിൽ നിന്നായിരിക്കും കളിക്കുന്നത്. ടീം മിറർ റൈറ്റിൽ നിന്നായിരിക്കും കളിക്കുന്നത്. ദേ കണ്ടോ, ആ ടീം നമ്മുടെ കൂട്ട് കളിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ പ്ലാൻ മാറ്റേണ്ടി വരുമോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്താ അപ്പൊ നമ്മളുടെ പ്ലാൻ എന്താ? ഞാൻ പറയുന്നത് കേക്ക്. ഈ സെയിം ഫോർമേഷൻ ബ്രേക്ക് ത്രൂ ചെയ്യാൻ കഴിയില്ല. ഡിഫൻസിന്റെ ഭാഗം നീ നോക്ക്, അഫൻസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് അവർ തമ്മിൽ വഴക്കായി എന്നാ തോന്നുന്നത്. നമ്മൾ ഈ ഗെയിം തീർച്ചയായിട്ടും ജയിക്കും. അത് ശരിയാ, നമ്മൾ തീർച്ചയായും ജയിക്കും.